വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം മുതൽ പീഡനം. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു. പരാതിയുമായി യുവതി. മലപ്പുറം വേങ്ങരയിൽ നവവധുവിന് ഭർതൃവീട്ടിൽ ക്രൂരപീഡനമെന്ന് പരാതി. വേങ്ങര സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് ഫൈസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം മുതൽ തന്നെ മൊബൈൽ ഫോൺ ചാർജർ വയർ ഉപയോഗിച്ചും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നും മർദ്ദനത്തിൽ കേൾവിശക്തി തകരാറിലായെന്നും യുവതി പറയുന്നു. ശരീരമാസകലം മുറിവുകളുണ്ടായെന്നും കൈക്ക് പൊട്ടൽ സംഭവിച്ചെന്നും പെൺകുട്ടി പരാതിയിൽ ആരോപിക്കുന്നു. സംശയവും കൂടുതൽ സ്ത്രീധനവും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ഭർത്താവ് തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയാക്കിയെന്നും മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പരാതിയിൽ പറഞ്ഞു. 2024 മെയ് 2-നായിരുന്നു വിവാഹം. മർദ്ദനം രൂക്ഷമായപ്പോൾ മെയ് 22-ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. മെയ് 23-ന് പോലീസിൽ പരാതി നൽകി. കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫൈസ് 1-ാം പ്രതിയും ഭർതൃപിതാവും മാതാവും 2-3 പ്രതികളാണ്. മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് വേങ്ങര പോലീസാണ്. അതേസമയം പോലീസ് പ്രതിയെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. തൊണ്ണൂറുകാരിയായ അമ്മമ്മയെ കഴുത്തിൽ കയർമുറുക്കി കൊല്ലാൻ ശ്രമം. യുവാവ് പിടിയിൽ. 90 വയസ്സുള്ള അമ്മമ്മയെ കഴുത്തിൽ കയർമുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ യുവാവിനെ മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുപ്പനാട് താഴെ അരപ്പറ്റ കുന്നുമ്മൽ വീട്ടിൽ സ്മിജേഷ് എന്ന സജിയെയാണ് മേപ്പാടി ഇൻസ്പെക്ടർ SHO BK സിജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്മിജേഷ് അമ്മമ്മയെ കഴുത്തിൽ കയർമുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വയോധിക മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KK വിപിൻ, EP മുഹമ്മദ് ഷമീർ, സുനിൽകുമാർ, ഷാജഹാൻ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്നുവെന്ന് KK രമ ആരോപിച്ചു. പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ്. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഉദാഹരണമാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് അവർ പറഞ്ഞു. പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. 2 പ്രതികൾ അറസ്റ്റിലായി. കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും വീണ പറഞ്ഞു. കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ ആരോപണം. പരാതിക്കാരിക്കും SFIക്കുമെതിരെ അധ്യാപക സംഘടന. കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ SFIക്കും പരാതിക്കാരിക്കുമെതിരെ സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടന. സിൻഡിക്കേറ്റ് അംഗവും അധ്യാപകനും ഇടത് നേതാവുമായ PK ബേബിക്കെതിരെ പരാതി വ്യാജമെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചർ അസോസിയേഷൻ പറയുന്നു. ക്യാമ്പസിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള SFIയുടെ ശ്രമമാണിതെന്നും പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഈ പരാതിയുടെ പേരിൽ അധ്യാപകനെ ആക്രമിക്കാൻ ശ്രമിച്ച SFIക്കെതിരെയും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അധ്യാപക സംഘടന കളമശ്ശേരി പോലീസിന് പരാതി നൽകി. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം തേടാം. സുപ്രീം കോടതി. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സെക്ഷൻ 125 പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാമെന്ന് സുപ്രീം കോടതി വിധി. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് മുസ്ലിം യുവാവിന്റെ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് PV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ, ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞത്. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സെക്ഷൻ 125 ബാധകമാകുമെന്ന നിഗമനത്തോടെയാണ് ക്രിമിനൽ അപ്പീൽ തള്ളുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ജസ്റ്റിസ് നാഗരത്നയെയും ജസ്റ്റിസ് മസുഹും വെവ്വേറെയാണ് വിധി പുറപ്പെടുവിച്ചത്.